Welcome to Mol Mathew's Kitchen and Garden. നമുക്ക് എളുപ്പത്തിൽ ഒരു ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കിയാലോ? കിച്ചടിക്ക് തീരെ ചെറുതായിട്ട് കൊത്തി അരിയാം. അല്ലെങ്കിൽ ഇതിലെ വെച്ച് ഇങ്ങനെ എടുത്താൽ മതിയോ? കൈകൊണ്ട് തന്നെ കൊത്തി അരിയാൻ പാങ്ങാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ബീട്രൂട്ട് കിച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5-8 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോ കറിയിലും കറിവേപ്പില ഇടുന്നതിൽ വരെയുണ്ട് വ്യത്യാസം. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അരമുറി എന്ന് പറയാം. ജീരകം, കടുക്, ഉപ്പ്, തൈര് മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കിച്ചടിക്ക് ഒട്ടും തന്നെ വെള്ളം വേണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ബീറ്റ്റൂട്ട് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയിലേക്ക് 1/2 സ്പൂൺ ജീരകം ഇട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ നരച്ചെടുക്കാം. കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, പച്ചടിയിൽ നമ്മൾ കുറച്ച് കടുക് കൂടി അരയ്ക്കും. ബീട്രൂട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എണ്ണയിലത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ഇടാം. ഇതിളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ചെറുതായിട്ട് തേങ്ങ ഒന്ന് ചൂടാവുകയേ വേണ്ടൂ, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ആറാൻ വെക്കാം. ചൂട് ആറിയതിന് ശേഷം തൈരുമായിട്ട് മിക്സ് ചെയ്യാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, ചെറിയുള്ളി, ചെറിയുള്ളിയും കറിവേപ്പില ഒന്ന് വാടി വരുന്നുണ്ട്. വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വറ്റൽമുളക് ഇതൊന്ന് മൂത്ത് മുരിഞ്ഞ് വരട്ടെ. ചെറിയുള്ളി മുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയുള്ളി ചേർക്കാൻ പാടുള്ളൂ, സവോള ചേർക്കാനേ പാടില്ല. ബീട്രൂട്ടും തേങ്ങയും എല്ലാം കൂടെയുള്ള
ഈ മിശ്രിതത്തിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് തൈരിലേക്കിടാം. ഉപ്പ് പാകാണോന്ന് നോക്കി ഉപ്പ് ചേർക്കാം. കടുക് പൊട്ടിച്ച് ചേർക്കാം. നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചെറിയ മധുരം വരുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരിൻ്റെ ആവശ്യമില്ല. പച്ചമുളകിൻ്റെ നല്ല എരിയുണ്ട്. ഇതൊട്ടും ചാറ് പോലെ ആവില്ല. സദ്യക്കൊക്കെ ഇലക്കകത്ത് വിളമ്പുമ്പോൾ നല്ല കുഴമ്പ് പോലെ ഇരിക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.